വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ ഇറക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ കോന്നി എം.എൽ.എ. കെ.യു. ജനീഷ് കുമാറിനെതിരെ വനം വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. കേസന്വേഷണം എം.എൽ.എയുടെ നീക്കം മൂലം തടസ്സപ്പെട്ടെന്ന് ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വനം മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. എ.വി. ജയശങ്കർ ചേർന്നു. ജയശങ്കർ, ഈ ഷോക്കേറ്റ് കാട്ടാന ചെരിഞ്ഞ കേസിലെ അന്വേഷണം എം.എൽ.എ തടസ്സപ്പെടുത്തി എന്നാണോ വനം വകുപ്പ് പറയുന്നത്? അതായത് ആശ്മി, ഈ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ എം.എൽ.എയുടെ ഇടപെടൽ ഗുരുതരമായ ഉദ്യോഗസ്ഥരുടെ നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ പ്രശ്നമുണ്ടാക്കിയെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വനമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൈമാറി. വീഴ്ച പറ്റിയത് എം.എൽ.എക്ക് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എം.എൽ.എയും പോലീസിനെയും ഒരുപോലെ കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. എം.എൽ.എയും പോലീസും എത്തി കസ്റ്റഡിയിലുണ്ടായിരുന്ന ആളുകളെ ഇറക്കിക്കൊണ്ടുപോയി എന്ന് പറയുന്നു. എം.എൽ.എയും 2 പോലീസ് ഉദ്യോഗസ്ഥർ എന്നാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടില്ല. ഇവരുടെ കേസുമായി ബന്ധപ്പെട്ട ഒരാളെ മൊഴി രേഖപ്പെടുത്താനാണ് കസ്റ്റഡിയിലെടുത്തത്. ആ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പോലീസുമായി എം.എൽ.എ എത്തി ആളെ ഇറക്കി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എം.എൽ.എയുടെ പെരുമാറ്റം അപക്വമായ രീതിയിലെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കമൽഹാർ ആണ് ഈ റിപ്പോർട്ട് വനം മന്ത്രിക്ക് കൈമാറിയത്. എന്തായാലും ഈ റിപ്പോർട്ടിൽ മേലായിരിക്കും മന്ത്രി നടപടിയെടുക്കുക. ഈ വനംവകുപ്പെടുത്ത കേസിന്റെ അന്വേഷണവും മേൽ നടപടികളും എം.എൽ.എയുടെ ഇടപെടൽ. വനംവകുപ്പ് കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുമ്പോൾ ജനം അവിടെ കാട്ടാന ഭീതിയിൽ സമരം നടത്തുന്ന കാര്യവും ആ സമരം നടക്കുന്ന സമയത്ത് ഏതോ കാലത്ത് കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞു എന്നും പറഞ്ഞ് മനുഷ്യന്മാരെ ഭീതിജനകമായ സാഹചര്യം ഉണ്ടാക്കി പിടിച്ചുകൊണ്ടു പോകുന്നതിനെ പറ്റിയൊക്കെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ ജയശങ്കർ? അതായത് വനംവകുപ്പിന്റെ നടപടികളെ ന്യായീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പാടം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ചട്ടപ്രകാരം ഇടപെട്ടു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അവർക്ക് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഈ ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നായിരുന്നു വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ നമ്മൾ നൽകിയിരുന്നു. ആ ദൃശ്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട്, പാടം സ്റ്റേഷനിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ 6 പേരെ കസ്റ്റഡിയിൽ എടുത്തു വന്നു. അപ്പോൾ ആ കസ്റ്റഡി എല്ലാം തന്നെ നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് എം.എൽ.എ ആക്ഷേപിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നതാണ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്മേൽ മന്ത്രി എന്ത് നടപടിയെടുക്കും, റിപ്പോർട്ട് തള്ളുമോ കൊള്ളുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ആദ്യ ദിവസം തന്നെ മന്ത്രി പരോക്ഷമായി എം.എൽ.എ വിമർശിച്ചുകൊണ്ട് പാലക്കാട് മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകിയിരുന്നു. എന്തായാലും ഈ റിപ്പോർട്ടിൽ മേലായിരിക്കും നടപടി. ഉദ്യോഗസ്ഥർ വിശുദ്ധരാണ്, കുറ്റക്കാരൻ എം.എൽ.എ എന്ന തരത്തിലാണ് ഇപ്പോൾ എന്തായാലും വനംവകുപ്പിന്റെ റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്.